പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാണ്ട് 1 കോടിയോളം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ, അവരുടെ ഫോൺ നമ്പർ മാത്രമല്ല, ഇമെയിൽ ID ഉൾപ്പെടെയുള്ള, ഞാനത് വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ആ വിവരങ്ങൾ ആ വ്യക്തികളുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ഏകപക്ഷീയമായി ചോർത്തിയെടുത്ത് സ്വകാര്യ വിദേശ കുത്തകകൾക്ക് കൈമാറിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും പെട്ടെന്ന് ക്രിമിനൽ കേസ് എടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2017 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചു. അന്ന് സുപ്രീം കോടതി ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 9-അംഗ ബെഞ്ച് 2017 DY ചന്ദ്രചൂഡായിരുന്നു, ദീപക് മിശ്രയായിരുന്നു, ഒരു 9-അംഗ ബെഞ്ച് 2017 ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള വിധിയിലൂടെ സ്വകാര്യത മൗലികാവകാശമാണെന്നും റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരം മൗലികാവകാശമാണ് എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാമല്ലോ, ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ ജസ്റ്റീഷ്യബിളാണ്. ആ മൗലികാവകാശങ്ങൾ ലംഘിച്ചാൽ ആർക്കും ഇന്ത്യയിലെ ഏത് പൗരനും നേരിട്ട് കോടതികളെ സമീപിക്കാം. അപ്പോൾ 2017 ഈ സുപ്രീം കോടതിയുടെ ഈ ചരിത്ര വിധിയുടെ ഭാഗമായി കോടതി റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21 എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ അവരുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ഒരാൾക്കും കൈമാറാൻ പാടില്ല. ഇതാണ് 2017 സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള വിധി പ്രഖ്യാപനം. 9-അംഗ ബെഞ്ചായിരുന്നു. സുഹൃത്തുക്കളെ, ആ വിഷയം യഥാർത്ഥത്തിൽ 2020 കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചു. നമുക്ക് ഓർമ്മയുണ്ടാവും, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല സ്പ്രിംഗ്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ള വിഷയത്തിൻ്റെ ഭാഗമായി അത് കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായി. നമുക്ക് ഓർമ്മയുണ്ടാവും, 2020 കോവിഡിൻ്റെ മറവിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ, ഹെൽത്ത് ഡേറ്റ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അമേരിക്കയിലെ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് അന്നത്തെ 1-ാം പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങളിലൂടെ തടഞ്ഞത് അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തലയായിരുന്നു. ആ കേസിൽ ഈ അനധികൃതമായിട്ടുള്ള ഈ കൈമാറ്റം തടഞ്ഞുകൊണ്ട് 2020 ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു. ആ വിധിയിലും ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു, ഇതുപോലുള്ള സ്വകാര്യ വിവരങ്ങൾ അതാത് പൗരന്മാരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു തേർഡ് പാർട്ടിക്ക് കൈമാറുന്നത് തീർത്തും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നാണ് 2020 വിധിന്യായത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടത്. അതിപ്പോൾ 2026 കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇതിലൂടെയെല്ലാം ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, സ്വകാര്യ വിവരങ്ങൾ ആ പൗരന്മാരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അതൊരു 3-ാം കക്ഷിക്ക് കൈമാറിയാൽ അത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്, അത് നിയമവിരുദ്ധമാണ്, അത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള നിലയിൽ ആണ് ഇപ്പോൾ അത് വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ വേണം ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ, അവർ സർക്കാരിന് നൽകിയ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ തൻ്റെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എല്ലാം വിവരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചു. ഏതാണ്ട് 8 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ, 72 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാർ, 3 ലക്ഷം ചെറുകിട സംരംഭകർ, ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇത് എല്ലാം കൂടെ ചേർന്നേണ്ട 1 കോടിയോളം ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 100 കോടിയോളം രൂപ വില വരുന്ന ഡേറ്റ, വ്യക്തിഗത വിവരങ്ങൾ, ഈ 100 കോടി ഈ 1 കോടി വ്യക്തിഗത വിവരങ്ങൾ
ഇൻ്റർനാഷണൽ ഡേറ്റ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചാൽ ഒരു സംശയം വേണ്ട, അതുകൊണ്ട് 100 കോടി രൂപ കിട്ടും. അപ്പോൾ 100 കോടി രൂപയ്ക്ക് വിലയുള്ള ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ പൗരന്മാരുടെ അനുവാദമില്ലാതെ അവരിൽ നിന്ന് കവർന്നെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എത്ര ഗുരുതരമാണ് വിഷയം എന്നാലോചിച്ച് നോക്കൂ. അതായത് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി കത്ത് പ്രകാരം ഏതാണ്ട് ഒരു കത്ത് പ്രകാരമാണ് ഇത് ആവശ്യപ്പെട്ടത്. സുഹൃത്തുക്കളെ, ഇത് ക്രിമിനൽ കുറ്റമാകുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് 2017 സുപ്രീം കോടതിയുടെ വിധിന്യായം, അത് ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന 9 അംഗ ബെഞ്ചിൻ്റെ വിധിന്യായമാണ്. ആ വിധിന്യായ പ്രകാരം അത് നിയമവിരുദ്ധമാണ്. 2017 പുട്ടസ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൻ്റെ 303-ാമത്തെ ഖണ്ഡികയിൽ ഇൻഫർമേഷണൽ പ്രൈവസിയെക്കുറിച്ചിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്. ആ തത്വത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ആ ഇൻഫർമേഷണൽ പ്രൈവസി എന്ന് പറഞ്ഞ തത്വത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള 3 മുന്നുപാധികളും നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്രയും പേർക്ക് ഈ ഡേറ്റ കൈമാറിയിരിക്കുന്നത് എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ വ്യക്തിഗത ഫോൺ എന്ന് പറയുന്നത് അത് വളരെ നിഷ്പക്ഷവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ളൊരു തിരിച്ചറിയൽ രേഖ മാത്രമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ, ആ വ്യക്തിയുടെ ആരോഗ്യരേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു വാതായനമാണ്, ഒരു ഗേറ്റ് വേ ആണ്. അതാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് ചോർത്തിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, 11/8/2023 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അതിലെ സെക്ഷൻ 4 ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെയും നഗ്നമായ ലംഘനമാണ് ഈ നടന്നിട്ടുള്ളത്. അപ്പം മൗലികാവകാശത്തിൻ്റെ ലംഘനം, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ലംഘനം, ഇത് രണ്ടും നടന്നിരിക്കുകയാണ്. ഇത് രണ്ടും നടത്തിയത് ആരാ? സ്റ്റേറ്റ് ആണോ? സ്റ്റേറ്റ് നടത്തിയ കുറ്റമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. സ്റ്റേറ്റ് ആണോ ഇത് നടത്തിയത്? സ്റ്റേറ്റ് അല്ല, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് നടന്നിരിക്കുന്നു. അതായത് കേരളത്തിലെ ഒരു ഭരണഘടനാ തലവൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 1 കോടിയോളം ആളുകളുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ ചോർത്തിയെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഇനി ചോർത്തുക മാത്രമാണോ ചെയ്തത്? ചോർത്തി ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. ആ സ്വകാര്യ കമ്പനി എന്താ ചെയ്തത്? അത് മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നു. മെറ്റയ്ക്ക് കൊടുത്തിട്ടാണല്ലോ അത് വാട്സാപ്പിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏതാണ്ട് 1 കോടിയോളം ആളുകൾ അവരെ സർക്കാരിനെ വിശ്വസിച്ച് പല ആവശ്യങ്ങൾക്കുമായി സർക്കാരിനെ ഏൽപ്പിച്ച വ്യക്തിഗത വിവരങ്ങൾ അവരുടെ അറിവില്ലാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചോർത്തിയെടുത്ത് ഒരു സ്വകാര്യ കമ്പനി വഴി ഒരു മെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആഗോള കുത്തകയുടെ കയ്യിൽ എത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ ഉത്തരവാദിത്വം അടിസ്ഥാനപരമായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിക്ഷിപ്തമല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. പിണറായി വിജയനല്ലേ ഇതിന് ഉത്തരവാദിത്വം? 2020 ആരോഗ്യ വിവരങ്ങളെടുത്ത് സ്പ്രിംഗ്ലറിന് കൊടുത്തു. അത് സ്റ്റേറ്റാണ് ചെയ്തത്. അതിൽ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൾപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഡയറക്റ്റ്ലി കൾപ്പബിൾ അല്ലേ സുഹൃത്തുക്കളെ? മുഖ്യമന്ത്രി ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുകയല്ലേ? ഈ 1 കോടി ആളുകൾ അവരുടെ വ്യക്തിഗത വിവരം എടുത്ത് മുഖ്യമന്ത്രിയുടെ കൊടുത്തത് സർക്കാരിനെ കൊടുത്തത് എങ്ങനെയാണ്? സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിനെ വിശ്വസിച്ചുകൊണ്ടല്ലേ അവരെടുത്ത് സർക്കാരിന് കൊടുത്തിട്ടുള്ളത്? അത് അവരുടെ ഓരോ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ അവർ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫോൺ മാത്രമല്ല, ഇമെയിൽ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോർത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോൺ നമ്പർ ചോർത്തിയാൽ തന്നെ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതുമാത്രം വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോർത്തപ്പെടാം. അപ്പോൾ ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ തലവൻ തന്നെ ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ്, നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞ മൗലികാവകാശം ലംഘിച്ചിരിക്കുകയാണ്. ഈ 1 കോടി പേരുടെ വിവരങ്ങൾ മുഴുവൻ ഇന്ന് ഉൾപ്പെടെയുള്ള ആഗോള ഭീമന്മാരുടെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഗൗരവാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കൾ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ടത്. ഇത് പുറത്തു കൊണ്ടുവന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഏതാണ്ട് 1 കോടി ആളുകളുടെ ഡേറ്റ എടുത്ത് ചോർത്തുക മാത്രമല്ല, അത് ആഗോള ഭീമന്മാരിലും എത്തിച്ചിരിക്കുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള
അതിഗുരുതര പ്രത്യാഘാതങ്ങൾ ഉയർത്തുന്ന ഒരു വലിയ സംഭവവികാസമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി തങ്ങൾ ഓരോ ആനുകൂല്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പേരിൽ നേരിട്ട് തന്നെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരിലേക്കൊക്കെ എത്തുകയാണ്. ഹൈക്കോടതി തന്നെ സ്തംഭിച്ചു പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി തന്നെ ഇത് ഉടനടി അവസാനിപ്പിച്ചുകൊള്ളണം എന്ന് പറഞ്ഞിരിക്കുകയാണെന്നാണ് അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങാണിത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി 2020 അങ്ങാണ് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ എടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി അങ്ങ് മുന്നോട്ട് പോകണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് അങ്ങയോട് സൂചിപ്പിക്കാനുള്ളത്.